സാംസ്കാരിക നഗരിയെ നടുക്കിക്കൊണ്ട് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണസംഖ്യ 13 ഉയർന്നു. അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുന്നവർ മരിച്ചതോടെയാണ് മരണസംഖ്യ വർദ്ധിച്ചത്. നിലവിൽ 11 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന യൂണിറ്റിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി. കിലോമീറ്ററുകളോളം ദൂരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതായും സമീപത്തെ വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചതായും നാട്ടുകാർ പറയുന്നു. ആകെ 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജ് ആയെന്നും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറിയെന്നും കളക്ടർ മാധ്യമങ്ങളോട് വിശദമാക്കി. മരിച്ചവരിൽ 5 പേരെ തിരിച്ചറിഞ്ഞുവെങ്കിലും 2 മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായതിനാൽ DNA പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം. കൊളത്തൂർ സ്വദേശി സുബ്രഹ്മണ്യന്റെ മൃതദേഹമാണെന്ന് കരുതിയ ഒന്നിനുമേൽ വിഷ്ണു എന്നയാളുടെ ബന്ധുക്കളും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കളക്ടർ ഉത്തരവിട്ടത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും അഗ്നിശമന സേനയും പോലീസും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽ പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. 6 പേരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനായി പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തൃശൂരിലെത്തിയിട്ടുണ്ട്.